അന്ന് ഈ കടപ്പുറം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് കായലും അതുകൊണ്ട് ഇപ്പുറത്ത് കടലും, നടുക്കൂടെ റോഡും. അടിപൊളിയല്ലേ, സൂപ്പർ ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ കായലതാണ് കേട്ടോ. മഴയത്ത് ഈ റോഡിലെല്ലാം വെള്ളം കയറും കേട്ടോ. ഫുള്ളും ഈ റോഡിൽ കൂടെ വെള്ളം കയറും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഈ റോഡ് മൊത്തം കണ്ട് ഈ റിസോർട്ടൊക്കെ മുങ്ങിക്കിടന്ന് ചെയ്ത് ഇവിടെ ഒരു ചെറിയ വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ താന്നി ബീച്ചിലോട്ട് എത്താറായിട്ടുണ്ട്. സൂപ്പർ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ മഴയത്തൊക്കെ വരുമ്പോൾ നല്ല വൈബാണ് ഇവിടെ കാണാൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല തിരയുണ്ട്. ഇറങ്ങാൻ പറ്റുമോയെന്നറിയാം. ഇറങ്ങാനൊന്നും പറ്റത്തില്ല, നല്ല തിരയുണ്ട്. നമ്മളവിടെ ഒരു കായൽ. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ബീച്ചാണ് കേട്ടോ. കൊല്ലത്തിലെ രണ്ടാമത്തെ ഒരു വലിയ ബീച്ചാണ്. അടിപൊളി ബീച്ചാണ്. നമ്മളെ കൊല്ലത്തിനേക്കാൾ ഒരു വൈബാണ്. രണ്ട് സൈഡും, ഒരു സൈഡ് കായൽ, ഒരു സൈഡ് കടൽ, നടുക്കൂടെ റോഡ്. അടിപൊളി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് വരെ ആൾക്കാരായി. ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല തിരയുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ താന്നി ബീച്ച് വന്നു കേട്ടോ. താന്നി ബീച്ച് എന്ന് പറയുമ്പോൾ കൊല്ലത്തെ ഒരു വലിയ ബീച്ചാണ്. കൊല്ലത്തെ ഏറ്റവും രണ്ടാമത്തെ ഒരു വലിയ ബീച്ചാണ് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കായലും കടലും ഒക്കെ ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പുറത്തെ സൈഡിൽ കായലും ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ കടലും ഉണ്ട്. മനോഹരമായൊരു ബീച്ചാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മൊത്തം വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുക ആൾക്കാർ. മാലിന്യങ്ങളൊക്കെ വലിച്ചു വാരി കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. അപ്പം അടിപൊളി ഒരു ബീച്ച്. അപ്പോൾ നമ്മൾ കായലിലോട്ടൊന്ന് നടന്നു പോവുകയാണ്. കണ്ടോ, ഒരാളനക്കം ഇല്ലാത്തൊരു വീട് കേട്ടോ. ഇടിഞ്ഞു പൊഴിഞ്ഞ് കിടക്കുകയാണ് ഫുള്ള്. ഇതുണ്ടോ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇടിഞ്ഞ് മിക്കവാറും തലേ വീഴും. അതേ കണക്ക് കിടക്കുക. പ്രേതാലയമാണോ നോക്കാം കയറി. ഇതേ ഇവിടെയൊന്നും ആരുമില്ല സംഭവം. ഇതൊക്കെ ഒഴിപ്പിച്ചതാണ് കേട്ടോ. ഒഴിപ്പിച്ച ഒരു സ്ഥലമാണ്. ഇതെല്ലാം ഇരുട്ടായിട്ട് കിടക്കുക. ഇവിടെ ഫുള്ള് ഇരുട്ടായിട്ട് കിടക്കുക. അകത്തൊക്കെ കുറച്ച് വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. പുറത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ട്രാക്കുളോ വിട്ടണക്കൊക്കെ തോന്നുന്നത്. പക്ഷേ അടിപൊളി സ്ഥലമാണ്. പക്ഷേ എന്തേനാ മൊത്തം ഫുള്ള് ഈ മദ്യ വെച്ചിട്ട് കുപ്പിയൊക്കെ പൊട്ടിച്ച് വേസ്റ്റൊക്കെ വാരി അങ്ങനെ ഇട്ടിരിക്കുക. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ താന്നി ബീച്ചിലെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് സുഹൃത്തുക്കളെ. നിങ്ങൾ അപ്പോൾ നമ്മൾ താന്നി കായലിലോട്ട് വന്നിട്ടുണ്ട്. കുരുട്ടെ, നമ്മളിപ്പോൾ എവിടെയാണ് വന്നത്? ആ, താന്നി ബീച്ചിലാണ്. ആണ്ടാ, കാല് നനയ്ക്കാൻ വന്നതാണ്. കണ്ടാ, ഭയങ്കര ബ്ലോഗറാണ് കേട്ടാ. കൊള്ളാവോ? സൂപ്പറാണോ? ഇങ്ങോട്ട് നോക്കി പറയടേ. ആണാ? ഷൂട്ടില് ഞാൻ ഇറങ്ങി മനസ്സിലായി. മതി മതി. കൊച്ചിന് കാല് നനയ്ക്കണോ? അയ്യേ, എൻ്റെ പാൻറ് മൊത്തം നനഞ്ഞ്. ആ, സാരമില്ല, കുഴപ്പമില്ല. കാല് നനച്ചാ അവൻ്റെ പാൻറ്റൊന്ന് മടക്കി വെച്ചു കൊടുത്തേ. എങ്ങനെ ഉണ്ടാ? ആദ്യം ഒന്ന് മടക്കി കൊടുക്കും. എങ്ങനെയുണ്ട്? ആ, വെള്ളത്തിൽ നിന്ന് കക്ക വരച്ചിട്ടേതാ. കണ്ടാ, സൂപ്പറല്ലേ? സൂപ്പർ കക്ക. അതാണ്ട ബസ്സുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് സ്ഥിരം അടിയുള്ള ആൾക്കാരുണ്ട്. അവർ അത് വന്നിരുന്ന് അടിക്കുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ 5 ക്ലാസ് കിടപ്പുണ്ട്. ഇറങ്ങിപ്പോ അങ്ങോട്ട്. അതാ പോയി കുളിച്ചിട്ട് പോ. അതെന്ത് മുങ്ങിക്കുളിടാ. അങ്ങ് ദൂരെ ഒരു കുറ്റി കാണുന്നുണ്ടോ? അവിടം വരെ പോവും.
ആ കുറ്റിയുടെ അടുത്ത് വരെ പോയി ഞങ്ങൾ നീന്തി. ഇപ്പോൾ ഒക്കെ നല്ല ചെളിയാണ് ഇവിടെ. അടിപൊളി, നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പുമാണ്. കണ്ടൽ മരങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ. വെറൈറ്റി കക്ക. നമുക്ക് ഇതിൻ്റെ പേരൊന്നും അറിയാൻ വയ്യ. കക്ക സംഭവം യഥാർത്ഥത്തിൽ ഇതാണ് കക്ക. ഇതെന്തുവാ സംഭവം എന്നറിയാൻ വയ്യ. ഇതിൻ്റെ പേരറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറയുക. ഇത് മറ്റേ ഇത് കല്ല. ഇത് കല്ലിനകത്ത് കിളിച്ചിരിക്കുന്നതല്ല. എന്തോ എന്ന് പറയുന്നത് കല്ല. കല്ലുമ്മേക്കാ ഇതല്ല, വേറൊന്നും ഉണ്ടല്ലോ. മുരിങ്ങ അങ്ങനെയാണ്ടാ പറയുന്നത്. അതൊന്നുമില്ല അതിനകത്ത്. അവൻ എൻ്റെ ദേഹത്ത് മൊത്തം നനച്ച് അവൻ ബാക്കിൽ നിന്ന് തെപ്പിത്തന്നു വെള്ളം. ഇപ്പോൾ നമ്മളെ ബൈക്ക് അവിടെ ഇരിക്കുക കേട്ടോ. നമ്മളിന്ന് ബൈക്കിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. സൂപ്പറായിരുന്നു. കായലിലെ ഒരു അടിപൊളി രസമുണ്ട് സംഭവം. എനിക്ക് ഈ വേസ്റ്റുകളാണ് ഇതാണ്ട് കണ്ടോ. കുറേ വേസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുക. കുറേ കുപ്പികൾ, വേസ്റ്റുകൾ കുറേയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വലിച്ചു വാരിയൊക്കെ ഇടുന്നത്. പിന്നെ വെള്ളം അടിയും. അപ്പോൾ നമ്മൾ താന്നി കായലിൽ നമ്മൾ നേരെ താന്നി കടലിലോട്ട് വന്നേരുന്നു കേട്ടോ. ബീച്ചിലോട്ട് വന്നേരുന്നു. അപ്പോൾ ഈ താന്നി ബീച്ച് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. എനിക്കൊന്ന് 2 കിലോമീറ്ററോളം ഇത് കണക്കുണ്ട് സംഭവം. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരിരിപ്പുണ്ട്. അവിടെ ആ കല്ലിൻ്റെ മുകളിലൊക്കെ ആൾക്കാരിരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു ബീച്ചാണ് താന്നി ബീച്ച്. അവിടെ ഇടിഞ്ഞു വീടും തിട്ട. ഞാൻ പറഞ്ഞില്ലേ ഇടിഞ്ഞു വീടും. കുഴപ്പമില്ല. വെള്ളത്തിൽ വീണാൽ മോല് പണിയുണ്ട്. ഇപ്പോൾ നമ്മൾ വഴി ഉണ്ടാക്കി അവിടെ കയറുകയാണ്. മോള് വരുമ്പോൾ ആരും പിടിക്കായിരുന്നു. പിടിക്കാൻ പാ. ആദം പോലെ ഇങ്ങനെ കളിക്കുന്നു. സൂപ്പറാണോ? എന്തുണ്ട്? തണുപ്പൊക്കെ ഉണ്ട്. എന്താ ഊട്ടിയിലാണോ വന്നത്? ഊട്ടിയിലാണോ നമ്മൾ വന്നത് തണുക്കാൻ? പിന്നെ ആ ഇവൻ്റെ കാലില് കുപ്പിച്ചില്ലും ഉണ്ട് കേട്ടോ. ഇവിടെ ഈ വേസ്റ്റ് മോനെന്താ ചെയ്യാ? കുഴിക്കുകയാണോ? എന്നെ കളിപ്പിക്കൂ. ആ സ്വർണ്ണം ഉണ്ടാ? പോടാ. ആര് പറഞ്ഞു എൻ്റെ കയ്യില്? അള്ളാണുണ്ടാ? അയ്യോ, സ്വർണ്ണം ഉണ്ടാ? ഉറപ്പാണാ? അവൻ്റെ കാല് കണ്ട, കാല് ചെറുതായിട്ട് എന്തോ അതുകൊണ്ട് ചെറിയ ബ്ലഡ് ചെറുതായിട്ട് നടുവ് ഒടിഞ്ഞു. എടാ സ്വർണം കിട്ടിയാ? ഉണ്ടാ അവൻ കിട്ടാനും വേണ്ടി കിടന്ന് അളിക്കുന്നുണ്ടാ. ഞങ്ങളെ കൊച്ചു പറയുന്നുണ്ടോ ഇവിടെ മണ്ണ് കുഴിച്ചു കഴിഞ്ഞാൽ സ്വർണം കിട്ടും. അങ്ങനെ കൊച്ചു അളിക്കുകയാണ് കേട്ടോ. കുഴിക്കുകയാണ്, ഭയങ്കര കുഴി കുഴിക്കുകയാണ്. ആ ഉണ്ടാ കരി സ്വർണ്ണം. മണ്ണളിക്കുമ്പോഴേ മറ്റേ കരിമണ്ണ് വരും കേട്ടോ. അതാണ് കരി സ്വർണ്ണം. ഇതാണ് മീനിലിടുന്നത്. ഏത്? ഏറ്റവും വലിയ തിരയാണ് വരുന്നത്.
എന്തോന്ന്? വെള്ളം കുടിച്ചാ നീ? എവിടെ നിന്ന്? നിന്റെ ഉടുപ്പൊക്കെ എന്ത് ചെയ്യേ? അങ്ങനെ നമ്മൾ താന്നി ബീച്ചിൽ നിന്ന് പോവുകയാണ് കേട്ടോ. നല്ല മഴക്കോളുണ്ട്. നമ്മൾ ആ സൂര്യാസ്തമയമൊന്നുമില്ല കേട്ടോ. കോള് കിടക്കുന്നുണ്ട്, നല്ല മഴക്കോള് കിടക്കുന്നുണ്ട്. നമ്മൾ സൂര്യാസ്തമയമൊന്നുമില്ല. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ കുറവാണ്, എന്നാലും ആളുണ്ട് കേട്ടോ. ഇവിടെ നിന്നാൽ അറിയാനൊക്കത്തില്ല, അത്രയ്ക്കും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങോട്ടൊക്കെ ആൾക്കാരുണ്ട്, അങ്ങോട്ടൊക്കെയാണ് കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ താന്നി ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പം ബീച്ചൊക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്, കുപ്പികളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ബീച്ച് പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. മയ്യനാട് പഞ്ചായത്താണല്ലോ, അപ്പം പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഈ പോലീസുകാരൊന്നുമില്ല, ഈ പിള്ളേരുടെ ശല്യമൊക്കെ, ബൈക്ക് റേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ.